ഇങ്ങനെ ഇവിടെ ടോപ്പിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലീക്കേജോ മറ്റുള്ള ഇല്ല നമ്മൾ അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ഇവിടെ താഴെ പില്ലേഴ്സ് വന്നിട്ടുണ്ട്. അല്ലാതെയൊക്കെ ഞങ്ങൾ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസസും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വീടായിട്ട് വേണ്ട, നമുക്ക് ഒരു റിസോർട്ട് ഫീലോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം. നല്ല അടിപൊളി ബോക്സ് ടൈപ്പ് രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ കൊടുക്കാൻ വന്നതാണ്. സ്ഥലം വരുന്നത് നമ്മളിവിടെ ഒറ്റപ്പാലം പാലക്കാടാണ് വരുന്നത്. ഏകദേശം ഒരു 17 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വെയിലാണ്. വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് നിങ്ങൾ കാണുന്നത്. 2 ഡോറ് വരുന്നുണ്ട്, 2 ഗേറ്റ് വരുന്നുണ്ട്. ഒന്ന് വലിയൊരു ഗേറ്റും പിന്നെ ഒരു ചെറിയ ഗേറ്റും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മതിലൊക്കെ വെച്ച് നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. അപ്പോൾ വീടിൻ്റെ പേര് നെയ്മൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ദ ക്ലൈറ്റ് 9 എസ്റ്റേറ്റ്. വീടിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇതിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ വീടിൻ്റെ ദമ്പതികളായിട്ടുള്ള പ്രദീപ്, നിഷ വീട്ടിലുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വിവരിച്ച് തരും. വലിയ വിശാലമായിട്ടുള്ള മുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ജാളി വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷീറ്റും കഴിഞ്ഞിട്ട് ഒരു പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പ്രദീപ് സാറ് നമുക്ക് വിവരിച്ച് തരും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ ചെറിയൊരു ആമ്പൽ കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൽ ആമ്പൽ മുട്ടിട്ടിട്ടുണ്ട്, പക്ഷെ വിരിഞ്ഞിട്ടില്ല. നമ്മൾ വരുന്ന പ്രമാണിച്ചിട്ട് വിരിയുന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ വലിയൊരു സിറ്റ് ഔട്ടാണ്. ആ ഒരു സിറ്റ് ഔട്ടിലാണ് ഈ ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ ഡോറുകൾ വരുന്നത് എന്താണ്, അതുപോലെ തന്നെ വിൻഡോസ് വരുന്നത് എന്താണ്, പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ബഡ്ജറ്റ് കുറച്ചിരിക്കുന്നത്, പിന്നെ അതിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ പ്രദീപ് സാറ് പറഞ്ഞു തരും. ഒരുപാട് ജാളി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് നേരെ നമുക്ക് അകത്തേക്ക് കയറാം. അതിന് മുന്നേയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലാണ്. അപ്പോൾ മുന്നേ വന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹോം പിക്ചേഴ്സ് ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മുടെ പ്രദീപേട്ടൻ ഇവിടെ ഉണ്ട്. പ്രദീപേട്ടാ വരൂ. നമസ്കാരം. ഈ ആദ്യം മൈക്കൊന്ന് നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീടിൻ്റെ ഒരു കൺസെപ്റ്റ് വന്നത്? പിന്നെ ഞങ്ങൾ 2 രീതിയിലുള്ള ലൈഫ് ജീവിച്ച ആൾക്കാരാണ്. ഞങ്ങൾ ഒറ്റപ്പാലംകാരാണ്. ഒപ്പം അതേസമയം ഞങ്ങൾ എറണാകുളത്തായിരുന്നു 15 വർഷമായിട്ട്. അവിടെ ഫ്ലാറ്റ് ലൈഫ് ആയിരുന്നു. ഞങ്ങൾക്ക് ഈ 2 കൂടി കമ്പൈൻ ചെയ്യുന്ന ടൈപ്പ് ഒരു വീട് വേണമെന്ന് ഞങ്ങൾ പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ റിസോർട്ടും ഈ ഹോം സ്റ്റേ, ഈ ഹോട്ടൽ സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ടൈപ്പിലൊരു വീട് ഞങ്ങൾക്ക് വേണം. ചെടികളും കാര്യങ്ങളൊക്കെ അത് വേണം. ഒരു റിസോർട്ടിൽ നിൽക്കുന്ന ഫീൽ ഞങ്ങൾക്ക് മാക്സിമം വേണം. ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടണം. ആ രീതിയിലാണ് മൊത്തം പ്ലാൻ ചെയ്തത്. പിന്നെ വീടിന്റെ ശരിക്കും ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ് ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബോക്സ് ടൈപ്പ് ആണ്. ഒരു കണ്ടംപററി ലെവൽ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇനി മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ മെയിൻ ഡോർ ഞങ്ങൾ കണ്ടു, എവിടെയും കാണാത്ത ഒരു ഡോറാണ്. അതെന്താണ് മെറ്റീരിയൽ? WPC ആണ് മെറ്റീരിയൽ. WPC ആണ്. അങ്ങനെ സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. പിന്നെ ഇവിടെ അല്പം മഴയും കൂടുതലുള്ള ഏരിയ ആണത്. കാരണം ഇവിടെ അടുത്ത് മലയുണ്ട്. അപ്പോൾ മേഘം വന്ന ഉടനെ മഴ പെയ്ച്ചിട്ടേ വിടുന്നത്. അപ്പോൾ അങ്ങനെ മഴ കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ മരങ്ങൾ കംപ്ലീറ്റ് ഉപയോഗിച്ചു. അതേപോലെ ഹാൻഡ് റെയിലിന് വേണ്ടി മാത്രം മരം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് വിൻഡോസും വിൻഡോസൊക്കെ UPVC ആണ്. അതെ. പിന്നെ ഉള്ളിലെ MDF ആണ് ഉള്ളിലെ ഡോർസ് വരുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടൽ നമുക്ക് 2400 സ്ക്വയർ ഫീറ്റ് വരുന്നത്. പക്ഷെ പ്ലാനിൽ വരുന്നത് 2000 സ്ക്വയർ ഫീറ്റ്. പിന്നെ ആ ഒരു ഏരിയ വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഫോർമൽ ലിവിംഗ് വരുന്നത് അല്ലേ? അതെ, ഈ ഒരു ഭാഗമായിട്ട്. ഇപ്പോ ഈ ഒരു ഭാഗത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീട് പ്ലാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന കോർട്ട്യാർഡായിരുന്നു. ഈ കോർട്ട്യാർഡ് ലിവിംഗ് നിന്ന് കാണാൻ പറ്റണം, ഡൈനിങ് നിന്ന് കാണാൻ പറ്റണം, ഒപ്പം കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റണം. ഇതാണ് ഞങ്ങള് പ്രധാന റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. അതെ. അപ്പൊ കോർട്ട്യാർഡ് ആദ്യം പ്ലാൻ ചെയ്ത ശേഷമാണ് ഞങ്ങൾ ബാക്കിയെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതെ. അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഇതൊക്കെ ഈ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ്. സ്ലൈഡിംഗ് ഡോർ ആണ്. UPVC ആണ്. UPVC എങ്ങനെ പൊതുവെ ബഡ്ജറ്റിലാണോ അതോ? എനിക്ക് തോന്നിയിരിക്കുന്നത് വുഡിനെക്കാളും കുറച്ച് കൂടുതലാണ്, പക്ഷെ സ്റ്റീലിനെക്കാട്ടിലും താഴെയാണ്. അതെ. മെയിൻ്റെനൻസ് അത്ര വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. അതെ. പേര്? നിഷ. എന്ത് ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. അടുത്ത വരോട് സ്കൂള്. എന്താണ് വീടിനെ കുറിച്ചിട്ടുള്ള ഒരു? ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം തന്നെയാണ് ഞങ്ങള് ഫുൾഫിൽ ചെയ്തത്. ആ ഒരു രീതി ഇപ്പം ഏട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ഓഫ് ദ ഹൗസ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. പിന്നെ ആ ഏരിയ അത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ഏരിയ കാണണം. പിന്നെ എപ്പോഴും ഞങ്ങൾ ഒരുപാട് റിസോർട്ടുകളിൽ പോയിട്ടുള്ളവരാണ്. ഒരു 15 years ആയിട്ട് എറണാകുളത്തായിരുന്നു. പിന്നെ വർക്കിന്റെ ഭാഗമായിട്ടോ അല്ലാതെയൊക്കെ ഞങ്ങൾ അങ്ങനെ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്.
ആ ഒരു എക്സ്പീരിയൻസസും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വീടായിട്ട് വേണ്ട, നമുക്ക് ഒരു റിസോർട്ട് ഫീലോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം എന്നുള്ള ശരിക്കും ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കോർട്ട്യാർഡ് തന്നെയാണ്. ശരിക്കും അവിടുന്ന് എൻട്രി വരുന്നത് ഏത് ഭാഗത്തുനിന്നാണ്? അത് ഡൈനിങ്ങിൽ നിന്നാണ് എൻട്രി വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഏരിയ ഒന്ന് നോക്കാം. ഓക്കെ, ഷുവർ. അപ്പൊ നമ്മള് ലിവിങ് കഴിഞ്ഞിട്ട് പിന്നെ ഡൈനിങ്ങിൽ കാണല്ലേ കിടക്കുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അപ്പൊ ഇവിടുന്നാണ് നമുക്ക് കോട്ടിയാൾക്ക് കിടക്കുന്നത് സ്പേസ്. ഓക്കെ. അപ്പൊ ഇവിടെ സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെളിച്ചം വരുന്നത് ആ ടോപ്പില് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം കിട്ടുന്ന അത് കാരണം ഞങ്ങൾ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചത് ഓപ്പൺ കിച്ചൺ ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ചിമ്മിനി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ടും ഇത്ര ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് പുക യാതൊരു ശല്യങ്ങളും ഇല്ല. കുക്ക് ചെയ്താലും ഒരു ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചൺ. അപ്പൊ ഇവിടേക്ക് നമുക്ക് എൻട്രി ഈ ഒരു ഭാഗത്ത്. ഇവിടെയാണ് നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയ ആണ് കോർട്ട്യാർഡ് വരുന്നത്. അങ്ങനെയാണ് ഇത് ഇതിനൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അങ്ങനെയാണ്. ഇപ്പൊ ഇവര് പെയിന്റ് അടിക്കുമ്പോൾ നമ്മള് മൂടിയിടും. അങ്ങനെ പിന്നെ വെൽഡിംഗ് വർക്കൊക്കെ വരുമ്പോ അത്രയും കെയർ ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുത്തത്. ഇതിന്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗ്ലാസ് തന്നെയാണ്. അത് ഗ്ലാസ് അല്ല, പോളികാർബണേറ്റ് ഷീറ്റ് ആണ്. ഓക്കെ. ഊർജ സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നത്. വൈഫിന്റെ ആഗ്രഹമായിരുന്നു പ്രകൃതിയിൽ വിളക്ക് വെക്കണം എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു ഫോർമാറ്റ് ചെയ്തത്. അതേപോലെ ആ മറ്റേ വെള്ളച്ചാട്ടം ഒരു വാട്ടർ ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്തത് കംപ്ലീറ്റ് മോനാണ് അത് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തത്. അവന്റെ സംഭവങ്ങളാണ് അതൊക്കെ. ഇതില് ശരിക്കും പ്രതിപാഠത്തില് ഈ മെറ്റീരിയൽ ഒക്കെ എന്താ വരുന്നത് ശരിക്കും? ഇത് മൾട്ടിവുഡ് തന്നെയാണ്. ഇത് മൾട്ടിവുഡാണ്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് ഇത് ആർട്ടിഫിഷ്യൽ സ്ലാബ് ഉപയോഗിക്കില്ലേ, ടൈൽ ഈ കുക്ക് ടോപ്പുകളായിട്ട് അങ്ങനെയായിട്ട് ചെയ്തതാണ് ശരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സീലിംഗിൽ ഒരുപാട് പ്രത്യേകത ഉണ്ടോ? ഈ പ്രൊഫൈലിൽ ലിലി പ്രൊഫൈലൊക്കെ കൊടുത്തത് അത് ജിപ്സം തന്നെയാണോ വർക്ക് ചെയ്തേക്കുന്നത്? ഇത് ഞങ്ങൾ ജിപ്സം ഇല്ലാത്ത ടൈപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ കുറച്ച് ബീമുകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഞങ്ങൾ ക്രിയേറ്റീവിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അവസാനം തോന്നിയപ്പോ ഇവിടെ കുറച്ച് ജിപ്സം ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് ക്ലോസ് ആയിട്ട് ഇരിക്കും. ബാക്കി ഭാഗത്ത് മാത്രം ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ വിചാരിച്ചു. അത് മാത്രം ഈ ചെറിയ ഏരിയ മാത്രമാണ് ജിപ്സം ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ എവിടുന്നാണ് പർച്ചേസ് ചെയ്തത്? ഇത് എറണാകുളത്ത് നിന്ന് എടുത്തതായിരുന്നു. ഇതൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വന്നിരുന്നു നമുക്ക്? ഇത് നമുക്ക് 3000 വരും. ഡൈനിങ് ടേബിള് മേടിച്ചതാണോ? ടേബിൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിച്ചാണ്. അതെ അതെ. ഇത് ശരിക്കും എന്താ മെറ്റീരിയൽ ഇതിന്റെ മുകളിൽ വരുന്നത്? ഇതും ഇതേപോലെ സ്ലാബ് തന്നെയാണ്. ടൈൽ തന്നെയാണ്. ടൈലിന്റെ മാർബിൾ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഈ സൈസ് നോർമലി ഇത് പോയി കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി സൈസ് ഉണ്ടാവും. പക്ഷെ അതാകുമ്പോൾ നമുക്ക് ഈ അടുത്തിരിക്കുന്ന ഒരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. ഈ അടുത്തിരിക്കാൻ്റെ ഞങ്ങള് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കഫേലിരിക്കുന്ന ഫീല് കിട്ടും നമുക്ക്. ഇത്ര അടുത്ത് ഇന്റിമേറ്റ് ആയിട്ട്. മറ്റേത് ഭയങ്കര ഗ്യാപ്പ് വരും. ഞങ്ങൾ അതിനനുസരിച്ച് കട്ട് ചെയ്യിച്ചെടുത്തു. എന്നിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ്ങിന്റെ സ്പേസ് വരുന്നത് 414-390 സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു ഡൈനിങ്ങിന്റെ സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പൺ കിച്ചന്റെ സ്പേസ് എന്ന് പറയുന്നത് 438-366 സെന്റിമീറ്റർ അളവിലാണ് കിച്ചന്റെ ഓപ്പൺ കിച്ചന്റെ ഒരു സ്പേസ് വരുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്കൊരു വാഷ് ബേസിൻ യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം. അത് ഏകദേശം സൈസ് വരുന്നത് 330-450 സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. പ്രതിപാഠത്തിലെ ഫ്ലോറിംഗിൽ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് 2 കളർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരാൻ കാരണം അത് ഞങ്ങൾ ഈ വീട് ചെയ്യുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയും കണ്ട സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന്. അവിടെ വ്യത്യസ്തമായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് ടൈൽ അങ്ങനെ ഡ്യുവൽ കളേഴ്സ് എടുത്ത് കട്ട് ചെയ്യിച്ച് ഇട്ടതാണ്. ആ രീതിയിൽ ചെയ്തത്. അതെ. പിന്നെ ആ ഒരു ഫീൽ അങ്ങനെ കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ തീം തന്നെ വരുന്നത് ഇങ്ങനെ ആ ഒരു തീമിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ മെറ്റീരിയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് പ്ലൈവുഡ് തന്നെ. പ്ലൈവുഡ് ആണ്. സ്ലൈഡിംഗ് ഡോർ ആണ്. സ്ലൈഡിംഗ് പറഞ്ഞാൽ നമ്മള് തീമും സ്ലൈഡിംഗ് ആണ്. ഗേറ്റ് തൊട്ടിട്ട് കംപ്ലീറ്റ് സ്ലൈഡിംഗ് ആണ്. കംപ്ലീറ്റ് സ്ലൈഡിംഗ്. പരീക്ഷണം നടത്തി നോക്കിയതാണ് ഞങ്ങള്. മിയാവാക്കി ഫോറസ്റ്റ് ആണ്. അപ്പൊ ഇത് ആണ് ഈ യൂസ് ഡ്രസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ആണത്. അതെ അതെ. മിക്ക സ്ഥലങ്ങളിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് 248-138 സെന്റിമീറ്റർ അളവിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഭാഗത്ത് ഞങ്ങൾ റീഡിംഗ് സ്പേസ് ആണത്. റീഡിംഗ് സ്പേസ്. അതെ. ഇവിടെ ഇരിക്കാം. അവിടെ ബുക്സ്
മറ്റുള്ള കാര്യങ്ങൾ ഇരിക്കുന്ന ഇവിടെ ഇരിക്കാം, വായിക്കാം. അതിന്റെ പുറത്തും നമ്മൾ ചെടിയും കാര്യങ്ങളും പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അത് കൂടൊക്കെ ഉണ്ട് അതിനുള്ളിൽ. അതെ, പക്ഷിയൊക്കെ ഇരിക്കുന്നതിനുള്ളിൽ അതെ. ഒരു പരീക്ഷ നടത്തി വെക്കിയതാണ്. ഇത് GI അല്ലേ? അത് പൈപ്പ് MS-ന്റെ പൈപ്പ്. ഇത് വുഡ് അല്ലേ? അത് നമ്മളെ ഗ്രൗണ്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. അതിന് മുന്നായിട്ട് ഈ സ്റ്റെയറിന്റെ ഒരു ഭാഗമുണ്ട്. പ്രതിപട്ട ഈ സ്റ്റെയറിന്റെ ഒരു പ്രത്യേകത എന്താ അവിടെ? പ്രത്യേകത ഇത് മാത്രമേ നമുക്ക് വുഡൻ പീസ് ഉള്ളൂ നമുക്ക് ഇവിടെ. ഓക്കെ. അതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പകലായ കാരണം അറിയാത്തതാണ്. LED പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം അല്ലേ? അതെ. ഓക്കെ. അടിയിൽ MS പൈപ്പ് തന്നെയാണ്? MS പൈപ്പാണ്. പൈപ്പ് അത് വളച്ച് ചെയ്യിച്ചതാണ്. ഇത് ഈ മാർബിളാണ്, ഈറ്റക്കോൾഡ് മാർബിൾ. അതെ, അതെ. ഇവിടെ വെളിച്ചം കിട്ടാനായിട്ട് ഇവിടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ ഇഷ്ടം പോലെയാണ്. അത് നല്ല പുറത്തെ ബ്രിക്കാണ്. അതെ, ബ്രിക്കാണ്. നമ്മൾ പുറത്തെ ബ്രിക്ക് തിരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരു നല്ല ജാളി പോലെ തോന്നിയത് പെട്ടെന്ന് ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ പോലെ. അത് കാരണം നോർമലി ഈ സമയത്ത് ഇവിടെ ഏത് വീട്ടിൽ കയറിയാലും ചൂടായിരിക്കും. നമ്മളെന്ന് വെച്ചാൽ അത്ര ചൂട് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റിലേക്ക് വന്നു. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് ഏകദേശം 842 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഗ്രൗണ്ടിൽ 1100 ചില്ലറ സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ടോട്ടൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ്, പക്ഷേ 400 സ്ക്വയർ ഫീറ്റ് മറ്റേതുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന 2 ബെഡ്റൂമാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയുമ്പോൾ തന്നെ സെക്കൻഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അത് വലിയ ബെഡ്റൂമാണ് അല്ലേ? അതെ, അതെ. 486 366 സെന്റിമീറ്റർ അളവിൽ വരുന്ന അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. കോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പ്ലൈവുഡ് ആണ്. താഴെ മൾട്ടിവുഡ് ഉണ്ട്. മൾട്ടിവുഡിൽ. അതെ, അതെ. നമ്മളൊന്ന് കുറച്ച് ഇതിന്റെ ബെഡിന്റെ സൈസ് കൂട്ടിയിട്ട് താഴെ നിന്ന് കുറച്ച് ആ രീതി ചെയ്തതാണ്. അതെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗമൊക്കെ? ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ കടന്ന് കാഴ്ചകൾ കണ്ട് പഠിക്കാം. അതാണ് ഒരു ബേ വിൻഡോ എന്നുള്ള രീതിയിലാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ബാൽക്കണിയാണ്. സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ബാൽക്കണി 2 ടൈപ്പ് സ്പേസ് ഉണ്ട് ഇവിടെ. ഇതൊരു ക്ലോസ്ഡ് ഏരിയ. നമുക്ക് ഇവിടെ പ്രൈവസി ഒക്കെ യൂസ് ചെയ്യുന്ന രീതി നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം, എഴുതാം, എന്ത് വേണേലും ചെയ്യാം. നേരിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഒറ്റയ്ക്കുള്ള ഒരു നോട്ടം കിട്ടില്ല. പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. 2 സൈഡിലായിട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതെ, അതെ, അതെ. ഇതൊക്കെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് ക്ലേ ടൈൽ തന്നെയാണ്. ക്ലേ ടൈൽ. ഇത് വടക്കഞ്ചേരിന്നാണ്. അതെ. നമ്മളെ മണാലൂര് ഉണ്ടല്ലോ ഒരു ടീമില്ലേ, പുലിക്കോട്ടിലാ അത്താണി. മണാലൂർ പോണ മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് പോകുന്ന ക്ലേ പാലസ്. ഓ, മനസ്സിലായി. ആ വലതുവശത്ത്. അതെ. അവരാണ് കൂട് കൂട്ടിട്ട് മുട്ടിട്ടുണ്ട് അവിടെ. നമ്മളെ ആഗ്രഹമായിരുന്നു കിളികൾ വരണം, കൂട് കൂട്ടണം എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും മെറ്റീരിയൽ നമ്മൾ നേരത്തെ പ്ലൈവുഡ് തന്നെയാണ്. പ്ലൈവുഡ് തന്നെയാണ്. ഇതിനെന്താ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ? ഇതിന് ഒരു ഷോറൂം ടൈപ്പാണ്. ഓ, ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ട്. സ്ലൈഡിംഗ് തന്നെയാണ്. സ്ലൈഡിംഗ് ആണ്. അപ്പൊ ഇത് ഒരു ഗ്ലാസ് ആണ് ടൈപ്പ്. ഡിസ്പ്ലേ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്ന ടൈപ്പാണ്. ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യിച്ചെടുത്തതാണ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം ആ ഒരു കോർണർ കൊടുത്തിട്ടുണ്ട്. നമ്മള് ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റത്തെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ ഭാഗത്തായിട്ടാണ് ഒരു L ഷേപ്പ് ഒരു ഹാളാണ് വരുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ നേരെ താഴെ കണ്ട ഒരു ഭാഗമാണ് വരുന്നത്. ഇവിടെയും പുറത്തെ ബ്രിക്സ് കൊടുത്തിട്ട് അത് കാരണം നമുക്ക് ഉള്ളിലേക്ക് ചൂട് വളരെ നല്ല കുറവ് തോന്നിക്കുന്നുണ്ട്. വലിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോപ്പിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം നല്ല രീതിയിൽ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ 3 ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂം കണ്ടു, മുകളിലത്തെ 2 ബെഡ്റൂമാണ്. അതിൽ ലാസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ നമുക്ക് ഒരു ബേ വിൻഡോ ഉണ്ട്. അവിടെ കാഴ്ചകൾ കാണാം. അവിടെ ഒരു കുളമുണ്ട്, അതിനപ്പുറം പാടമൊക്കെയാണ്. നല്ല കാറ്റ് കൊണ്ട് ഇരിക്കാം, ഇവിടെ ഇരുന്ന് വായിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, അതെ, അതെ. ഇവിടെയും സ്ലൈഡിംഗ് ഡോർ സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. ഇത് കടന്നു കഴിഞ്ഞാൽ അതാണ് സ്വിമ്മിംഗ് പൂൾ. ഓ, അതും കൊടുത്തിട്ടുണ്ട് അവിടെ. അതെ, അതെ, അതെ. അപ്പൊ സ്വിമ്മിംഗ് പൂളും കൊടുത്തിട്ടുണ്ട്. അതുകൂടി നോക്കാം. ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, 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 അതെ. അമ്മയ്ക്ക് ഇതിങ്ങനെ ഇവിടെ ടോപ്പിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലീക്കേജോ മറ്റുള്ള ഇല്ല. നമ്മൾ അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ഇവിടെ താഴെ പില്ലേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഓൾറെഡി പില്ലർ ഇട്ടുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇതിന്റെ പൂൾ ഇവിടെ ചെയ്തത്. സേഫ്റ്റിയും ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കംപ്ലീറ്റ് സിവില് നമ്മൾ ഡയറക്റ്റ് ശരിക്കും എത്ര ഉണ്ട്? 3 അടി ഉണ്ട്. 3 അടി. അതെ, അതെ. അത്യാവശ്യം ഒരു പൂളായി. അപ്പൊ ഇതിന്റെ വെള്ളം ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. യൂണിറ്റ് ഒക്കെ താഴെയാണ്.
നമുക്ക് ഇവിടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം ആ രീതിയിൽ. ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. ഇത് മൊത്തം എത്ര സെന്റാണ് 17 സെന്റ് സ്ഥലമാണ്. സ്ഥലമാണ് വരുന്നത്. എന്നാണ് ഹൗസ് വാമിങ് കഴിഞ്ഞത്? സമയം 1 മാസമായിട്ടുള്ളൂ. ഒരു മാസം, ഫെബ്രുവരി 2025 ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 2400 സ്ക്വയർ ഫീറ്റ്. ഓക്കെ. അപ്പൊ ഇത് ഏകദേശം ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വിത്ത് ഇന്റീരിയർ, ഫർണിച്ചർ, കൺസ്ട്രക്ഷൻ എല്ലാം കൂടിയിട്ട് ഒരു 70 അറൗണ്ട് വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ട്. 70 ലക്ഷം രൂപയാണ് ഇതിന്റെ ഏകദേശം എല്ലാ വർക്കും കൂടിയിട്ട് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പണിയിപ്പിച്ചത്? ഇത് മൊത്തം ടോട്ടൽ കോൺട്രാക്ട് കൊടുക്കുക ചെയ്യുന്നത്, അതോ ലേബർ മാത്രം കോൺട്രാക്ട് കൊടുത്തിട്ട് മെറ്റീരിയൽസ് ഇറക്കി കൊടുക്കുകയാണോ? അല്ല, അത് പറഞ്ഞാൽ നമ്മളൊരു പരിചയത്തിലുള്ള ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, ബിൽഡർ. അപ്പൊ ആള് സാധാരണ ചെയ്യുന്ന വീട് ഇങ്ങനത്തെ വീടല്ല. നമുക്ക് വേണ്ട രീതിയിൽ ആളെ ഹെൽപ്പോട് കൂടി നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തതാണ്. അതെ അതെ. എന്റെ കൂടെ ഒരു ആർക്കിടെക്ട് ഫ്രണ്ടും ഉണ്ട്, അമിത് രാജ് പറഞ്ഞു. അപ്പൊ ആളുടെ ഹെൽപ്പും കാര്യങ്ങളും ഞങ്ങൾ ഓൾറെഡി ഫുൾ പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ആളും കൂടെ ഉണ്ടായിരുന്നു, പിന്നെ പറ്റിയ ബിൽഡറേയും കിട്ടി. അങ്ങനെ വെച്ച് നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തു. ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ എഫർട്ട് കൂടിയാണത്. അതെ അതെ. അപ്പൊ വീട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഓണറായിട്ടുള്ള പ്രദീപേട്ടൻ എല്ലാ കാര്യങ്ങളും വിവരിച്ച് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ്, എവിടേക്കാണ്, ഏതൊക്കെയാണെന്നുള്ളതുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ലിങ്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.